നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന സെറ്റുകളുടെ എല്ലാം സൂപ്പർ സെറ്റായിട്ട് വരുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. That means in a particular context, the superset of all subsets or superset of all sets is called the universal set. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസ് എടുത്താൽ ഇപ്പോൾ ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ് ഇതൊക്കെ വരുന്ന ഒരു പ്രോബ്ലം ആണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ അവിടെ വരുന്നുള്ളെങ്കിൽ നമ്മൾ അവിടെ യൂണിവേഴ്സൽ സെറ്റായിട്ട് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്നെടുക്കും. ഇനി അതല്ല, എല്ലാ സംഖ്യകളും വരുന്നു. അപ്പോൾ അവിടെ ഫ്രാക്ഷൻസ് വരുന്നു, നാച്ചുറൽ നമ്പേഴ്സ് വരുന്നു, ഇൻറ്റിജേഴ്സ് എല്ലാം വരുന്നു, നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നു, ഡെസിമൽ നമ്പേഴ്സ് വരുന്നു, അതായത് റാഷണൽസ്, ഇറാഷണൽസ് എല്ലാം വരുന്നെങ്കിൽ അവിടെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റായിട്ട് സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് എടുക്കും. അതായത് ക്യാപിറ്റൽ ആർ, സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. ഇനി ഏതെടുത്താലും, അതായത് ഏത് കോണ്ടെക്സ്റ്റിലായാലും യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ട്, ദറ്റ് ഈസ് യു. യൂണിവേഴ്സൽ സെറ്റിനെ യു കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ അത് യൂണിവേഴ്സൽ സെറ്റ് പല കേസിലും പല സിറ്റുവേഷനിലും അത് പല സെറ്റുകളായിട്ട് മാറാം. പക്ഷേ ജനറലായിട്ട് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ യു കൊണ്ട്, ക്യാപിറ്റൽ യു കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലാണെങ്കിൽ എൻ എന്ന് പറയുന്നത് അവിടെ യു എന്ന് പറയുന്നത് എൻ ആയിരിക്കും. That is, the superset of all subsets is called the universal set. ചിത്രങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഡയഗ്രാംസും പിക്ചേഴ്സും ഒക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി, ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സാധാരണ നമ്മൾ ചിത്രങ്ങളും ഡയഗ്രാംസും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെറ്റിനെയും ഡയഗ്രാംസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. ചിത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, വെൻ ഡയഗ്രാംസ് എന്ന് പറയാം. വെൻ എന്ന് പറയുന്നൊരു ജോൺ വെൻ ഒരു മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിനോടനുബന്ധിച്ചാണ് വെൻ ഡയഗ്രാം എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്ത് സെറ്റുകളെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. നമുക്ക് മറ്റ് രീതികൾ അറിയാം. സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന റോസ്റ്റർ മെത്തേഡും സെറ്റ് ബിൽഡർ മെത്തേഡും എല്ലാം അറിയാം. ഡയഗ്രാംസ് ഉപയോഗിച്ച് വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്തും സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ റെപ്രസെൻറ്റേഷനിൽ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ റെക്റ്റാങ്കിൾസ് യൂസ് ചെയ്യും. സബ്സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ ക്ലോസ്ഡ് കർവുകളാണ്. സാധാരണ സർക്കിൾസ്, എലിപ്സ്, മറ്റ് കർവുകൾ, ട്രയാങ്കിൾസ്. ജനറലായിട്ട് പറഞ്ഞാൽ നമുക്ക് ക്ലോസ്ഡ് കർവുകൾ ഉപയോഗിച്ചാണ് സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി റെക്റ്റാങ്കിൾ യൂസ് ചെയ്യും. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ സെറ്റ്. ഇതിലുള്ള സബ്സെറ്റുകളെ ഒക്കെ സർക്കിൾസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. ദറ്റ് ഈസ് എ സബ്സെറ്റ് എ. ഇപ്പോൾ ഇതൊരു വെൻ ഡയഗ്രമാണ്. ഈ വെൻ ഡയഗ്രത്തിൽ യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്തു. അതേപോലെ എ സബ്സെറ്റിനെ ഒരു സർക്കിൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഒരു എക്സാമ്പിൾ നോക്കിയാൽ യു ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7. A equals set 2, 4, 6. ഈ എലമെൻറ്റ്സ് എല്ലാം ഈ റെപ്രസെൻറ്റേഷനിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. അത് ആ സബ്സെറ്റിലെ എലിമെൻറ്റ്സ് ഈ എയിലങ്ങ് എഴുതുന്നു 2, 4, 6. മറ്റ് എലിമെൻറ്റ്സ് യുയിലുള്ളത് 1, 3, 5, 7. അത് റെക്റ്റാങ്കിൾ മറ്റെവിടെയെങ്കിലും റെപ്രസെൻ്റ് ചെയ്തിരിക്കണം.
ഇതാണ് ഈ സെറ്റുകളുടെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓർ വെൻ ഡയഗ്രം. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. നമുക്ക് സംഖ്യകളുടെ ഓപ്പറേഷൻസ് പോലെ ബൈനറി ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതേപോലെ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് പോലെ സെറ്റുകളുടെ ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാം. സബ്സ്ട്രാക്ഷൻ അവിടെ സബ്സ്ട്രാക്ഷനും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ആയിരുന്നു. അതിന് പകരമുള്ള ഡിഫറെൻ്റ് ഓപ്പറേഷൻസ്. അതിൽ ഫസ്റ്റ് വൺ യൂണിയൻ ഓഫ് സെറ്റ്സ്. യൂണിയൻ നമുക്ക് ഈ യൂണിയൻ എന്താണെന്ന്. A is equal to set 2, 4, 6, 8. B is equal to set 6, 8, 10, 12. Then ഞാനൊരു പുതിയ സെറ്റ് എഴുതുകയാണ്. ആ സെറ്റ് ഇതാണ് 2, 4, 6, 8. ദെൻ 6, 8 ഇവിടെയുണ്ട്, അത് എഴുതി കഴിഞ്ഞു. 10. ഇപ്പോൾ കിട്ടിയ സെറ്റിൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം എയിലെ എലിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അതേപോലെ ഇവിടെ ബിയിലെ എലിമെൻറ്റ്സും 6, 8, 10, 12 എല്ലാം ഉണ്ട്. അതായത് എയിലെയും ബിയിലെയും എലിമെൻറ്റ്സിൻ്റെ സെറ്റ്. ഈ സെറ്റിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് യൂണിയൻ ഓഫ് എ ആൻഡ് ബി. അതിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. എ ഈ സിമ്പൽ യു പോലെ എഴുതും. യൂണിയൻ എന്ന് വായിക്കണം. യൂണിവേഴ്സൽ സെറ്റിൽ നമ്മൾ അതുപോലെ യു എന്ന് എഴുതി. ഇത് യൂണിയൻ. എ യൂണിയൻ ബി എന്ന് കണ്ടാൽ ഇങ്ങനെ രണ്ട് സെറ്റുകളുടെ ഇടയ്ക്ക് യു കണ്ടാൽ അത് യൂണിയനാണ്. എ യൂണിയൻ ബി സിക്കൽ ടു സെറ്റ് 2, 4, 6, 8, 10, 12. അപ്പോൾ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് എ ആൻഡ് ബി, ദറ്റ് ഈസ് set of all elements contained either in A or in B. എയിലോ ബിയിലോ ഉള്ള എല്ലാ എലിമെൻസിൻ്റെയും സെറ്റ്. അതിന് നമുക്ക് സെറ്റ് ബിൽഡർ മെത്തേഡിൽ ഇങ്ങനെ എഴുതാം. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഒന്നുകിൽ എക്സ് എയിലായിരിക്കണം, അല്ലെങ്കിൽ എക്സ് ബിയിലായിരിക്കണം. ഇങ്ങനെയുള്ള എലിമെൻസിൻ്റെ കളക്ഷനാണ് എ യൂണിയൻ ബി. നമുക്കിതിനെ ഡയഗ്രം യൂസ് ചെയ്തും റെപ്രസെൻ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം യൂണിവേഴ്സൽ സെറ്റ് യു. യൂണിവേഴ്സൽ സെറ്റ് യു. എ എന്നുള്ള സെറ്റ്, ബി എന്നുള്ള സെറ്റ്, ഇങ്ങനെ വരയ്ക്കും. യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റുകളായിരിക്കും ഇതെല്ലാം. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് വരച്ചു. യു അതിനകത്തുള്ള സബ്സെറ്റുകളാണ് എയും ബി. ഹിയർ എ, ഹിയർ ബി. ഇനി ഇവിടെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലുമുള്ള എല്ലാ ഇതിനകത്ത് റീജിയനും വരും. ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയനാണ് എ യൂണിയൻ ബി. അതായത് റീജിയൻ, ദാറ്റ് ഈസ് എ യൂണിയൻ ബി. അപ്പോൾ എ യൂണിയൻ ബി എന്താണെന്ന് മനസ്സിലായല്ലോ. എയിലെയും ബിയിലെയും എല്ലാ എലിമെൻസിൻ്റെയും കളക്ഷൻ. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ആൾ എലിമെൻറ്റ്സ് contained either in A or in B. എയിലോ ബിയിലോ ഓർ എക്സ്. set x such that x belongs to A or x belongs to B. ഇതായിരിക്കും അതിൻ്റെ വെൻ ഡയഗ്രം. ഇനി നമുക്കിതിനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എ യൂണിയൻ ബിയുടെ പ്രോപ്പർട്ടീസ്.
First one, A union B is equal to B union. That is, union of two sets is commutative. ഇപ്പോൾ യൂണിയൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ പ്ലസ് ബി സിക്കൽ ടു ബി പ്ലസ് എ പോലെ. അതേപോലെ എ യൂണിയൻ ബി കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനിയും നോക്കാം. എ യൂണിയൻ ബി യൂണിയൻ സി, എയും ബിയും സിയും 3 സെറ്റുകളാണെങ്കിൽ എ യൂണിയൻ ബി യൂണിയൻ സി. ഇവിടെ നമുക്ക് ബി യൂണിയൻ സി ആദ്യം കാണണം, എന്നിട്ട് എ യു ആയിട്ട് ബി യൂണിയൻ സിയുടെ യൂണിയൻ. ദിസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇത് രണ്ടും സെയിം ആയിരിക്കും. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി പോലെ. അതായത് ഇത് അസോസിയേറ്റീവ് ലോ ആണ്. യൂണിയൻ സെറ്റുകളുടെ യൂണിയൻ അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ. അഗെയിൻ എ യൂണിയൻ ഫൈ നൾ സെറ്റ്, എ യൂണിയൻ നൾ സെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു സെറ്റിൻ്റെ കൂടെ നൾ സെറ്റ് യൂണിയൻ നടത്തിയാൽ കിട്ടുന്നത് ആ സെറ്റ് തന്നെയായിരിക്കും. എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. ഇത് ഈ ഫൈക്ക് നമുക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയാം. അതുകൊണ്ട് ഇത് ഐഡൻറ്റിറ്റി ലോയാണ്. ഐഡൻറ്റിറ്റി ലോ. അഗെയിൻ എ യൂണിയൻ എ, ഒരേ സെറ്റുകൾ വീണ്ടും തമ്മിൽ യൂണിയൻ നടത്തിയാൽ അതേ സെറ്റ് തന്നെ കിട്ടും. നമുക്കറിയാം എ യൂണിയൻ എ ഈസ് ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. പിന്നെ നമുക്ക് ഒരു പേര് പറയാറുണ്ട്, ഐഡംപൊട്ടൻ്റ് ലോ. ദാറ്റ് ഈസ് ഐഡംപൊട്ടൻ്റ് ലോ. അഗെയിൻ എ യൂണിയൻ യു. ഹിയർ ഈ യു യൂണിവേഴ്സൽ സെറ്റാണ്. ഇത് യൂണിയൻ്റെ സിമ്പിളാണ്. എ യൂണിയൻ യു യൂണിവേഴ്സൽ സെറ്റ്. എയുടെയും യൂണിവേഴ്സൽ സെറ്റിൻ്റെയും യൂണിയൻ, ദാറ്റ് ഈസ് ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. ലോ ഓഫ് യു എന്ന് വേണമെങ്കിൽ എഴുതാം. ലോ ഓഫ് പ്രോപ്പർട്ടീസ് നോക്കി. ഒന്നാമത്തത് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ, ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ. Second one, A union B union C, that is A union B union C, associative law. Third one, A union phi null set is equal to A, that is identity law. Again, A union A, that is A itself, idempotent law. That's the fourth one. And last one, A union U is equal to universal set. A union universal set is equal to universal set. That is law of universal set. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ഇതാണ് സെറ്റ് യൂണിയൻ്റെ ലോസാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എന്താണെന്ന് നോക്കാം. A is equal to set 2, 4, 6, 8. B is equal to set 6, 8, 10, 12. ഈ രണ്ട് സെറ്റുകളിലെയും കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റ്സ് നമുക്കറിയാം. 6ഉം 8ഉം ഇവിടെ രണ്ടിടത്തുമുണ്ട്. അവയെ നമ്മളൊരു സെറ്റിൽ എഴുതി. സെറ്റ് 6, 8. This is A intersection B. It is not by A intersection B.
യു തിരിച്ചങ്ങ് എഴുതിയാൽ മതി. എ ഇൻ്റർസെക്ഷൻ ബി. A intersection B is equal to set 6, 8. That is set of all elements common to both A and B, or set of all elements contained in both A and B. എയിലും ബിയിലും ഉള്ള കോമൺ എലിമെൻറ്റ്സ് ഉള്ള എലിമെൻസിൻ്റെ സെറ്റാണ് എ ഇൻ്റർസെക്ഷൻ ബി. നമുക്ക് സെറ്റ് ബിൽഡർ മെത്തേഡിൽ ഇങ്ങനെ എഴുതാം. A intersection B is equal to set X such that X belongs to A and X belongs to A. യൂണിയൻ ബി എഴുതിയാണ് നമ്മളിവിടെ ആൻഡിന് പകരം ഓറാണ് എഴുതിയത്. A intersection ബിയിൽ X belongs to A and X belongs to B. എയിലും ബിയിലും കോമൺ എലിമെൻസിൻ്റെ സെറ്റ്. ദറ്റ് ഈസ് A intersection B is the set of all elements contained in A and B. എയിലും ബിയിലും ഉള്ള എലിമെൻസിൻ്റെ സെറ്റാണ് എ ഇൻ്റർസെക്ഷൻ ബി. നമുക്കിതിൻ്റെ വെൻ ഡയഗ്രാം വരച്ചാൽ യൂണിവേഴ്സൽ സെറ്റ് എ ഹിയർ ബി. എയ്ക്കും ബിക്കും കോമൺ റീജിയൻ ഷെയ്ഡ് ചെയ്യുന്നു. ഇതായിരിക്കും എ ഇൻ്റർസെക്ഷൻ. എ ഇൻ്റർസെക്ഷൻ എയ്ക്കും ബിക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ, അല്ലെങ്കിൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ്, ദറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി 3 സെറ്റുകളുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി മീൻസ് കോമൺ ടു എ ബി ആൻഡ് സി. 3 സെറ്റുകളിലെയും കോമൺ ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ. എ യൂണിയൻ ബി പോലെ തന്നെ ഇൻ്റർസെക്ഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. ദറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓർ കമ്മ്യൂട്ടേറ്റീവ് ലോ. Intersection is commutative. Again, A intersection B intersection C, that is A intersection B intersection C. അസോസിയേറ്റീവ് ആണ്. യൂണിയൻ പോലെ തന്നെ ഇത് അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് ലോ. Again, A intersection universal set. A intersection universal set. ഒരു സെറ്റിൻ്റെയും യുവിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ, ദറ്റ് ഈസ് എ. എ ഇൻ്റർസെക്ഷൻ യു, ദറ്റ് ഈസ് അഗെയിൻ A intersection A, that is Adam-Button law. A intersection A, that is A itself. ഇത് യു എന്നുള്ളത് ഇവിടെ ഐഡൻറ്റിറ്റിയാണ്. യു എന്നുള്ളത് ഇവിടുത്തെ ഐഡൻറ്റിറ്റിയാണ്. എ ഇൻ്റർസെക്ഷൻ്റെ ഐഡൻറ്റിറ്റിയാണ് യു. എ ഇൻ്റർസെക്ഷൻ യു ഈസ് ഇക്വൽ ടു എ. എ ഇൻ്റർസെക്ഷൻ എ ഈസ് ഇക്വൽ ടു എ. ഇങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് എന്തായിരിക്കും? ഒരു സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ, നൾ സെറ്റിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ, അല്ലെങ്കിൽ എം ടി സെറ്റിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ, രണ്ടിലും കോമൺ ആയിട്ടുള്ളതൊന്നുമില്ല. അപ്പോൾ അത് എം ടി ആയിരിക്കും. ദറ്റ് ഈസ് എം ടി സെറ്റ്. ദറ്റ് ഈസ് ലോ ഓഫ് ഫൈ. ഇത് ലോ ഓഫ് ഫൈ ആണ്. ലോ ഓഫ് ഫൈ. ദിസ് ഐഡൻറ്റിറ്റി ലോ അല്ലെങ്കിൽ ലോ ഓഫ് യൂണിയൻ യു, ഐഡൻറ്റിറ്റി
ക്രോസ്കെയർ ഐഡംപൊട്ടൻ്റ് ലോ തന്നെയാണ് എ ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻ്റർസെക്ഷൻ്റെയും അതേപോലെ നേരത്തെ പഠിച്ച യൂണിയൻ്റെയും പ്രോപ്പർട്ടീസ്. ഇതിന് കോമൺ ആയിട്ടുള്ള ഇൻ്റർസെക്ഷനും യൂണിയനും കോമൺ ആയിട്ടുള്ള 1-2 പ്രോപ്പർട്ടീസ് ഉണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി this is equal to A intersection B union A intersection C. That is, intersection is distributive over union. Distributive layer. Intersection is distributive over union.